അറിയത്തില്ല എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. എനിക്ക് മനസ്സിലായത് എല്ലാവരും വലിയ പ്രോപ്പർ പ്രോപ്പർ ഐഡിയാസ് ഇന്ന് എല്ലാ പ്രാവശ്യവും 250, 500, 750, 1000 സംസാരിക്കുന്നത് എല്ലാം ഒരേ കാര്യം സംസാരിക്കും. പ്രത്യേകിച്ച് പറയാൻ എല്ലാം ഒരേ കാര്യമാണ്. ഭയങ്കര വേറെ ആരെങ്കിലുമൊക്കെ സംസാരിക്കും. അതാണ് ജലദോഷം. പ്രശ്നങ്ങൾ തുടങ്ങിച്ചു ചേച്ചി അറിയോ ഒരുപാട് സന്തോഷം. ഞാൻ അഭിനയിച്ച ഒരു സീരിയൽ അപ്പോൾ ഇത് 1000 എത്തിയതിൻ്റെ ഒരു വലിയ ഡെഫിനറ്റ്ലി എല്ലാവരും പോലെ ശാരദ എന്നത് ഈ ഒരു ക്യാരക്ടർ പോകുന്ന വഴി തന്നെ ഞാനതൊന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ഈ ഒരു ടീം എനിക്ക് തോന്നുന്നു ഇപ്പോൾ തുറന്നു പറയുകയാണെങ്കിൽ പല പല ലൊക്കേഷനുകളിലും പലയിടത്തും ഒരുപാട് രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആർട്ടിസ്റ്റ് തമ്മിൽ, ടെക്നീഷ്യൻസ് തമ്മിൽ. അപ്പം നമ്മുടെ ഒരു സെറ്റിൽ ഇതുവരെ എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾ ആർട്ടിസ്റ്റ് തമ്മിലോ അങ്ങനെ ഒന്നും ടെക്നീഷ്യൻസ് തമ്മിലോ സ്റ്റാർ തമ്മിലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു 3 വർഷം, ഈ മാർച്ച് 2-ാം തീയതിയാണ് നമ്മൾ ഷൂട്ട് തുടങ്ങിയത്. ആദ്യം എന്നെ കൊണ്ടുവന്ന ഒരു കുഞ്ഞിൻ്റെ മണ്ടയിൽ കരിയിച്ചാണ് സാർ തുടങ്ങിയത് ഓർക്കുന്നു. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഇനി എത്ര എപ്പിസോഡ് പോയാലും ഈ ഒരു കൂട്ടായ്മ ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ തന്നെ ഉണ്ടാവും വേണം. അതിന് എല്ലാവരും കൂടെ പരിശ്രമിക്കണം. അതാണ് നമ്മുടെ സക്സസ്. സാർ എനിക്ക് പറയാനൊന്നുമില്ല. ആദ്യം മുതലേ ഇതെനിക്ക് എൻ്റെ ഒരു ഫാമിലി ആയിട്ടാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ഞാൻ ഒത്തിരി ബ്രേക്ക് എടുത്തതിന് ശേഷം വന്നിട്ട് ഞാൻ മുമ്പേ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നിൽ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ടൊരു ഞാൻ ഈ ഒരു 3 വർഷം കൊണ്ട് ഫീൽ ചെയ്ത് എൻ്റെ ഒരു ഫാമിലിയിൽ ഞാൻ വന്ന് ഓപ്പണായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റി. ഇവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അതിനിടയ്ക്ക് എൻ്റെതായ കുറേ കാര്യങ്ങൾ. പക്ഷേ എനിക്ക് വളരെ ഫ്രീഡമാണ് ഞാനിവിടെ തോന്നിച്ചത്. ഞാൻ ഷൂട്ടിങ് പോകുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോന്നു, അല്ലെങ്കിൽ എൻ്റെ അടുത്ത വീട്ടിൽ പോന്നു. അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, എൻ്റെ സഹോദരങ്ങളുണ്ട്, ഒരു കുടുംബം. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എന്നോട് ആനന്ദ് ചോദിച്ചു, നിനക്ക് അത്ര വർഷത്തിന് ശേഷം തിരിച്ചു പോകുമ്പോൾ പ്രശ്നം ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞു, ആനന്ദ് എനിക്കത് ഫീൽ ചെയ്തില്ല. ഒന്ന് സാറിനെ എനിക്കറിയാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരെയും എനിക്ക് പരിചയമായി. പെട്ടെന്ന് ഓരോരുത്തരും ആദ്യമൊക്കെ ഞാൻ മിണ്ടാനിച്ചിരി പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം എൻ്റെ ഫ്രണ്ട്സായി. എൻ്റെ രീതിയിൽ ഞാൻ അവരോട് എനിക്ക് വലിയ ഇതാണ്. പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ ഇവരെല്ലാവരോടും സംസാരിച്ച് ഞങ്ങളൊരു കൈൻഡ് ഓഫ് ഫാമിലി തന്നെയാണ്. അതായത് ഞാൻ 3 കൊല്ലം കൊണ്ട് ഇത്രയും ഞാൻ അങ്ങനെ ഫീൽ ചെയ്തില്ല. പക്ഷെ ഇങ്ങനെ ഇവിടെ ഫീൽ ചെയ്തു. എനിക്ക് ദേഷ്യം വരും, വഴക്കുണ്ടാക്കും. എന്നാലും ഞാൻ പക്ഷെ എനിക്ക് സ്നേഹമാണ്, ഇഷ്ടമാണ്. അതൊരു ഭാഗ്യമാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് ഇങ്ങനെ ഒരു ഫാമിലി ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ ബാക്കിയൊന്നും പറഞ്ഞില്ല. നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് കാണും. പക്ഷെ അതൊരു വലിയ ഇഷ്യൂ അല്ല. അത് നമ്മൾ ഓരോരുത്തർ ഇവിടെയുള്ള എല്ലാ കുട്ടികളും ഇവിടെയുള്ള എല്ലാ വട്ടന്മാരെയും നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മുടെ സ്വന്തം സഹോദരങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരായിട്ടാണ് എല്ലാവരെയും കാണുന്നത്. അല്ലാതെ നമുക്കൊരു വേർതിരിവ് ഇവിടെ തോന്നിച്ചിട്ടില്ല. ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അത്ര അധികാരം എടുത്ത് അവരോട് സംസാരിക്കുകയും വഴക്ക് പറയാം. അതിനിടയ്ക്ക് അവരുടെ ഇന്ന് എന്തിട്ട് അത് മേടിച്ചിട്ടാണ് ഇത് മേടിച്ചിട്ടാണ് എന്നുള്ള ഡിമാൻഡ് ചെയ്യുന്നത്. ആ ഒരു ടുഗദർനെസ് ഇവിടെ ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. താങ്ക് യു ടു എവ്രിവൺ. ഫാമിലിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സ്റ്റേജിലൊക്കെ നിൽക്കുന്നതല്ലേ ഒരു ആദ്യം തന്നെ വളരെ സന്തോഷം. വേറൊന്നുമല്ല, ഞാനൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇതിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നത്. വളരെ യാദൃശ്യമായിട്ടാണ് ഈ പ്രോജക്റ്റിൽ വന്ന് ജോയിൻ ചെയ്തത്. കാര്യം ഒരു 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു കോള് വരുന്നതും സാറിൻ്റെ പ്രോജക്റ്റാണ് എന്ന് പറയുന്നത്. സാറുമായിട്ട് എനിക്ക് 10-14 വർഷം പരിചയമുണ്ടെങ്കിൽ പോലും സാറിൻ്റെ പ്രോജക്റ്റിൽ ആദ്യമായി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏറ്റവും വലിയ സന്തോഷം. അതുമാത്രമല്ല, ഒരു പ്രോജക്റ്റ് ചെയ്തിട്ട് അത് 1000 എപ്പിസോഡിൽ എത്താറുന്നതും
അതിനേക്കാൾ വലിയ സന്തോഷമാണ്. പിന്നെ അതിന് ശേഷം വന്നത് KK. എനിക്ക് മുമ്പേ പരിചയമുള്ളതാണ് KK, അതുകൊണ്ട് ആ ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാം ഒരൊറ്റ കുടുംബമായിരുന്നു. മക്കളായാലും ഇപ്പോൾ കുടുംബമായാലും എല്ലാവരും ശ്രീകൃഷ്ണൻ എല്ലാവരും ഒറ്റ കുടുംബം എന്ന് പറയാൻ ആരും ഒരു താരത്തിൻ്റെ പരിവേഷം ആരും കാണിക്കാത്ത രീതിയിൽ എല്ലാം ഒറ്റക്കെട്ടായിട്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും സന്തോഷം. കാര്യം ഒരു കുടുംബത്തിൽപ്പെട്ട അവസ്ഥയായിരുന്നു എല്ലാവർക്കും. പിന്നെ പലപ്പോഴും ചെറിയ കാര്യങ്ങൾ, അത് ചെറിയ ഇതൊക്കെയുള്ളൂ, അത് വേറൊന്നുമില്ല. അതിനകത്ത് ഒരു പരിഭവത്തിൻ്റെ കാര്യങ്ങളൊന്നുമില്ല ഇതുവരെ. ആരും അങ്ങോട്ട് പരിഭവത്തിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. പിന്നെ ഡേറ്റ് കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടോ തോന്നില്ല. എന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്നാലും ബുദ്ധിമുട്ടില്ല നല്ല രീതിയിൽ. അതായത് ഇപ്പോൾ ഒരു 3 വർഷമായി, നമ്മൾ 3 വർഷമായിട്ട് ബുദ്ധിമുട്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പോകുന്നു. ഇനിയും പോകുന്നിടത്തോളം അത് മാറി പോട്ടെ. ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ഈ ഒരു കുടുംബം ഒരു പ്രശ്നമില്ലാതെ നല്ല എന്താ പറയുക, നമ്മുടെ സ്വന്തം കുടുംബമായിട്ട് തന്നെ മുമ്പോട്ട് ഇങ്ങനെ പോട്ടെ. അതിന് ഇങ്ങനെ വഴിയൊരുക്കി തന്നതിന് സാറിനോടും ഈ പ്രൊഡക്ഷനോടും എല്ലാവരോടും, പ്രത്യേകിച്ച് KK യോടും എല്ലാവരോടും നന്ദി അറിയിക്കും.